ഗൈസ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ് റൂം. പെട്ടെന്ന് വന്നൊരു ഗുളിക പാസ്സായിട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് ചെല്ലണം. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നു ഗൈസ്. ബർഗർ വാങ്ങിക്കാം ഗൈസ്. ബർഗറിലും നമ്മൾ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഡൽഹിയിൽ പോയപ്പോഴും അവിടെയും ബർഗർ കിങ്, ഇവിടെ വന്നപ്പോഴും ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് ബർഗർ കിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ പോയപ്പോൾ എനിക്ക് ബർഗർ കിങ്ങാണ് എനിക്ക് ഡൽഹിയിലും ഇവിടെ നോർത്തിലോട്ട് വന്നപ്പോൾ അഭയം കിട്ടിയത്. സീരിയസ്ലി ആണ് പോകണത് ഷെയർ ഔട്ടേക്ക്. ഓക്കെ, ആണ് ഗൈസ് നമ്മൾ താമസിച്ച സ്ഥലം ഹോട്ടൽ സംഭവം. അവിടെ നമ്മൾ ഏതിൽ പോകുന്നു? ഷെയർ ഔട്ടേക്ക്. ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഗവൺമെന്റ്. അതില് ചൂടല്ലേ. നമ്മൾ ബസ്സിലൊക്കെ ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി. മെയിൻ സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല നീറ്റ്. വാഷ്റൂമിൻ്റെ സൈഡെല്ലാം ഭയങ്കര നീറ്റ്, ക്ലീൻ ആയിട്ടുണ്ട്. കുടിക്കാൻ വെള്ളവും ഉണ്ട് സൈഡിൽ. ഇവിടെ കണ്ടാൽ മനസ്സിലാകും ആൾക്കാരവിടെ കിടക്കുന്നത്. അത്രയ്ക്ക് നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളവും ഉണ്ട്. വെരി നീറ്റായിട്ടുള്ള ടോയ്ലറ്റും സ്റ്റോപ്പ് നോക്ക്. ഭയങ്കര നീറ്റ്. ഇത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു കൊള്ളാം ഉണ്ട്. ഇതാണ് കേസ് നമ്മൾ വന്ന ബസ്. നമ്മൾ ഇറക്കി കാശ്മീരി ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ് ഗൈസ്. ഇവിടെ നമ്മൾ ഇനി നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അപ്പോൾ ഊബറിൽ കാണിച്ചത് പറഞ്ഞ് 100 രൂപ, ഇവർക്ക് 250 രൂപ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഇവിടെ. ബാഗ് ക്ലോക്ക് റൂമിൽ വെക്കണം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂമിൽ വെക്കണം. അവിടെ നിന്ന് നമ്മൾ പിന്നെ വേറെ പോകും ഗൈസ്. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തേക്ക് ഊബർ ഓലയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഗൈസ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു ചിലപ്പോൾ അത്. 8 ഉള്ള ഊബറിന് ഇവരെന്ത് ഈ ഒറ്റ പിടിയിൽ തന്നെ 100 കൂട്ടം വന്നു. അതിനുശേഷം കുറേ കൂട്ടം വന്നു. എന്തായി പോട്ടെ. നമ്മൾ പക്ഷേ പോകുന്നില്ല 200. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. യൂബോയുടെ ബസ്സിലാണ് ഇന്നും വന്നത് ഗൈസ്. അപ്പോൾ അവിടെ ഇന്നലത്തെ ബസ്സിനേക്കാളും ഇന്ന് നേരത്തെ എത്തി. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ് ഗൈസ്, ഊബറും കാത്തും. ഇത് ക്യാൻസൽ ചെയ്ത് വേറെ ടാക്സി എടുത്താലോ എന്നും കൂടെ ആലോചിക്കുന്നു ഗൈസ്. ഇതുവരെ വന്നില്ല. ഞാനൊരു 100 ഊബർ കാണിക്കുന്നത്. ഞാൻ അതൊന്നും എടുത്തപ്പോൾ അവരെനിക്കിത് തരുന്നില്ല. അവർ 200 തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ ഒരു 150 പിടിച്ചു. എൻ്റെ ഊബറുകാരനാണെങ്കിൽ പിക്കപ്പ് ലൊക്കേഷൻ അറിഞ്ഞാത്തതുകൊണ്ട് എവിടെയോ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. ഇതിലാണ് നമ്മൾ പോണത് റെയിൽവേ സ്റ്റേഷൻ വരെ. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. നമുക്ക് നേരെ ക്ലോക്ക് റൂം തിരക്കി പോവാം. ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. മെട്രോ സ്റ്റേഷനിലോട്ട്